വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി 2024-25 അധ്യയന വർഷം മുതൽ തുടങ്ങിയ ഒരു പുതിയ പാഠ്യപദ്ധതിയാണ് സചിത്ര പുസ്തകം. ഈ സചിത്ര പുസ്തകത്തിൻ്റെ പേര് കുഞ്ഞെഴുത്ത് എന്നാണ്. ഇതിലെ 4ാമത്തെ യൂണിറ്റായ പിറന്നാൾ സമ്മാനത്തിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോ. ആദ്യത്തെ പ്രവർത്തനം: നടക്കുന്ന ജീവികൾ, പറക്കുന്നവ, ഇഴയുന്നവ. കീരി, ആട്, പാമ്പ്, ആമ, തത്ത, ആന, പൂമ്പാറ്റ. ഇതിൽ ഇഷ്ടപ്പെട്ട ഒന്നിനെ വരയ്ക്കൂ. വായിക്കാമോ? അലറലോടലറലാണാലയിൽ കാലികൾ. അടുത്ത പ്രവർത്തനം: നാരകത്തിലെ മുത്ത്. അതാ മുത്ത്, ആ മുത്ത് എനിക്ക് വേണം. എന്തിനാ മുത്ത്? അമ്മുക്കിടാവിന് സമ്മാനം നൽകാൻ. മുത്ത് തേടി. എവിടെ മുത്ത്? ആ കൊമ്പിൽ. കൊമ്പിലെവിടെ? അറ്റത്ത്. അറ്റത്തെവിടെ? ഇലയുടെ അടിയിൽ. പൊലിമയുള്ള മുത്ത്, പൊക്കത്തിൽ മുത്ത്. ആര് പറിക്കും? കൊച്ചു പൂച്ച മരത്തിൽ കയറി, മുള്ളുകൊണ്ടു. കൊച്ചു കാല് മുറിഞ്ഞു, കാലിടറി. കൊച്ചു പൂച്ച വീണു, അതിന് വിഷമമായി. ഇനി എങ്ങനെ പറിക്കും? മേലെ മേലെ. അടിയിൽ ആട്, ആടിന് മുകളിൽ പട്ടി, പട്ടിയുടെ മുകളിൽ കോഴി, കോഴിയുടെ മുകളിൽ താറാവ്. ചിരിയോ ചിരി. കീരി വന്നു, പട്ടി കുരച്ചു ചാടി, കോഴി വീണു, കോഴി കരഞ്ഞു. താറാവ് വീണു, താറാവ് കരഞ്ഞു. കൊച്ചു പൂച്ച ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. അടുത്ത പ്രവർത്തനം: പിറന്നാൾ സമ്മാനം. പൂമ്പാറ്റ. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ട് പറന്നു. പൂമ്പാറ്റ അമ്മുക്കിടാവിന് തേനുമ്മ നൽകി. എല്ലാവർക്കും സന്തോഷമായി. കൊള്ളാം കൊള്ളാം, മുത്തം കൊള്ളാം. പിറന്നാൾ സമ്മാനം മുത്തല്ല, മുത്തം. ഓ, ഒന്നാന്തരം മുത്തം തന്നെ. പശുവിനോട് കർഷകൻ എന്തായിരിക്കും പറഞ്ഞത്? കർഷകൻ: പശു, വിശക്കുന്നോ? തീറ്റ തരാം. പശു, കാടി കുടിക്കൂ. പശു: നല്ലപോലെ കുളിപ്പിക്കണേ. മൊത്തം പാലും കറക്കരുതേ, കുഞ്ഞ് പട്ടിണിയാകും. കർഷകൻ: കുറച്ചു പാലേ കറക്കൂ, അനങ്ങാതെ നില്ലേ.